എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പച്ചക്കറികൾ എന്തൊക്കെ ഐറ്റംസാണ് നമ്മൾ ഡെയിലിയും കൊടുക്കുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ ആണ്. ഇത് കോളിഫ്ലവർ കിറ്റാണ്. വെള്ളത്തിൽ 1-2 മണിക്കൂർ ഉപ്പിട്ട് വെച്ചതിന് ശേഷം വീണ്ടും ഒരു 2 തവണ നമ്മൾ കഴുകി നീറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കൂർക്കയും ക്ലീൻ ചെയ്താണ് പാക്ക് ചെയ്യുന്നത്. പാക്ക് ചെയ്തതിന് ശേഷം അതിലേക്ക് മുങ്ങിക്കിടക്കാൻ അളവിന് വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് നമ്മളത് റബ്ബർ ബാൻഡ് ഇടുന്നത്. അത് കളർ മാറാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് വെജിറ്റബിൾ മിക്സ് ചെയ്ത കിറ്റാണ്. ഇതിൽ ഉരുളക്കിഴങ്ങ്, പട്ടാണി, കോളിഫ്ലവർ, ക്യാരറ്റ്, ബീൻസ്, സവാള, പച്ചമുളക് എല്ലാം വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കാം, വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കാം, വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാം, പിന്നെ വേണമെങ്കിൽ തോരനൊക്കെ ഉണ്ടാക്കാം. അതിനുള്ള കിറ്റാണിത്. ഇത് എരിശ്ശേരിക്കുള്ള കിറ്റാണ്. ഇതിൽ പയർ കുതിർത്തിയതാണ് കേട്ടോ. പിന്നെ നാടൻ മത്തനാണ് ചേർത്തേക്കുന്നത്. പച്ചമുളകും കൂടി ആഡ് ചെയ്തിട്ടുണ്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള അരപ്പ് ചേർത്താൽ മതി. ഇത് അച്ചിങ്ങയാണ്. തോരൻ ഉണ്ടാക്കാമല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. നല്ല നീറ്റായിട്ട് കഴുകി അരിഞ്ഞതാണ്. നമ്മളെല്ലാ പച്ചക്കറിയും കഴുകി അരിഞ്ഞ പച്ചക്കറികളായിരിക്കും കേട്ടോ. ഇത് ബീൻസും ക്യാരറ്റും മിക്സ് ചെയ്തിട്ടുള്ള കിറ്റാണ്. ഇതിൽ പച്ചമുളകും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബീൻസ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് തന്നെയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ബീൻസ് തനിയും ക്യാരറ്റ് തനിയും തരും. ഇല്ല നിങ്ങൾക്ക് ഒന്നിച്ച് തന്നെ മതി, മിക്സ് ചെയ്ത് മതി എന്നാണെങ്കിൽ അങ്ങനെയും ഉണ്ടാവും കേട്ടോ. ഇത് അവിയൽ കിറ്റ്. ഇതിൽ ക്യാരറ്റ്, ചേന, കായ, വെള്ളരി, ഉരുളക്കിഴങ്ങ്, മുരിങ്ങാക്കോല്, അച്ചിങ്ങ, ബീൻസ്, പടവലങ്ങ, ഇത്ര ഐറ്റംസാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ വേറെ അവിയലിന് ചേർക്കാൻ പറ്റിയ കഷ്ണങ്ങളൊക്കെ കിട്ടിയ അതും ഉപയോഗിക്കാറുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള അരപ്പ് ചേർത്താൽ മാത്രം മതി. ഇത് സാമ്പാർ കിറ്റാണ്. ഇതിൽ ക്യാരറ്റ്, മത്തൻ, പടവലം, ഉരുളക്കിഴങ്ങ്, മുരിങ്ങാക്കോല്, വെണ്ടയ്ക്ക, പിന്നെ സവാള, തക്കാളി, പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളിട്ട് സാമ്പാർ വെച്ചാൽ മതി. ഇത് വെണ്ടയ്ക്ക, നമുക്ക് തോരൻ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കാമല്ലോ. പിന്നെ ബീട്രൂട്ടിൽ ചില പാക്കറ്റ് ഞങ്ങൾ ബീട്രൂട്ടും ക്യാരറ്റും മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ചിലത് ബീട്രൂട്ട് തന്നെയും ചെയ്യുന്നുണ്ട്. ചിലർ ബീട്രൂട്ടിൽ ക്യാരറ്റ് മിക്സ് ചെയ്യാൻ പറയുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നതാണ്. ഇത് പാവയ്ക്ക. തോരനും മെഴുക്കുവരട്ടിക്കും തീയലിനും പാവയ്ക്ക കറി വെക്കാനും ഒക്കെ ഉള്ളൊരു മോഡലിൽ തന്നെയാണ് കട്ട് ചെയ്തേക്കുന്നത്. ഇത് ഉള്ളി ക്ലീൻ ചെയ്ത കിറ്റാണ്. എല്ലാ പച്ചക്കറികളും തോലൊക്കെ കളഞ്ഞ് കഴുകി ക്ലീനാക്കി മാത്രമാണ് പാക്ക് ചെയ്യുന്നത്. അങ്കമാലി മുതൽ എറണാകുളം വരെ ഓർഡർ കിട്ടുന്നതനുസരിച്ച് ഞാൻ കൊണ്ടുവന്ന് തരുന്നതായിരിക്കും. 1-2 അങ്ങനെയൊന്നും പാക്കറ്റ് പറഞ്ഞേക്കരുതേ. നമ്മളിപ്പോൾ ഒരു 5 പാക്കറ്റിൽ ഒരാഴ്ചയ്ക്കുള്ളത് അങ്ങനെയൊക്കെ ബൾക്കായിട്ടുള്ള ഓർഡറാണ് കൊണ്ടുവന്ന് തരാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.